വണക്കം 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 എല്ലാവർക്കും ജെ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഞാൻ ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പ് എടുത്തു വന്നു. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് CapCut. സോ ഇതിൽ നമ്മൾ ഓഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ ഒരു ഡ്രാഫ്റ്റിലേക്ക് മാറ്റി വെച്ചാണ്. പിന്നീട് ഒരു ദിവസം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെനക്കെട്ട് ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പണി കിട്ടിയത്. എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ തുറക്കാൻ കൂടി പറ്റില്ല. അപ്ഡേറ്റ് കാര്യങ്ങൾ എന്തൊക്കെയോ ഇഷ്യൂ വന്നിട്ട് എനിക്ക് ആ ഒരു ആപ്ലിക്കേഷനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. സോ എനിക്ക് അങ്ങനെ ആ ഒരു സേവ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് നഷ്ടമായി. സോ അതാണ് നമ്മൾ ഇത്രയും ഒരു ലാഗ് വന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ലാബ് എക്സാം പ്രൊജക്റ്റും വന്നു. സോ ഇത് അടുപ്പിച്ചായതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ച് ലീവും ആയി. ഓക്കെ, നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നമ്മുടെ ചാപ്റ്ററിലേക്ക് എങ്ങനെ തുടങ്ങാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ സുക്കുണനിക്ക് എതിരെയായിട്ട് നമ്മുടെ UG ഒരു ഡൊമൈൻ, തൻ്റെ ആദ്യ ഡൊമൈൻ എക്സ്പാൻഷൻ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ UG സുക്കുണിക്കെതിരെ ഈ ഡൊമൈൻ യൂസ് ചെയ്ത ശേഷം നമ്മുടെ സുക്കുണ ഒരു ബെഞ്ചിലിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ UG കൊണ്ടുപോകുന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായി പറഞ്ഞത്. ഈ ഒരു ചാപ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ UG നമ്മുടെ സുക്കുണ എല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണിക്കണം, സുറ്റി പത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഇവിടെയാണ് എൻ്റെ ഗ്രാൻഡ് പേൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണിച്ചു പോകുന്നുണ്ട്. നമ്മുടെ UGൻ്റെ ഓർമ്മകൾ, ഒരു മെമ്മറീസ് നമ്മുടെ സുക്കുണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങളും നമ്മുടെ UG സുക്കുണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഇതൊരു ഫൗണ്ടേഷൻ, ഈ ഫൗണ്ടേഷനിൽ ചെറുപ്പത്തിൽ വന്നിട്ട് സാൻഡ് ബോക്സ് വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നോക്കി അടുത്ത് തന്നെ ഒരു ഫ്ലവറുണ്ട്. സോ ഈ ഒരു ഫ്ലവറിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോഴേക്കും നമ്മുടെ സുക്കുണിക്ക് ഈ ഒരു ഫ്ലവറിനെ പറ്റി അറിയാം. സോ നമ്മുടെ സുക്കുണ്ടത്തെ UG ചോദിക്കണം, എനിക്ക് ഈ ഫ്ലവേഴ്സിൽ വലിയ കമ്പുള്ള ആളല്ലേ, ഞാൻ ടൈപ്പല്ലേ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ സുക്കുണിക്ക് എന്താ പറയുക, ഇതിനെപ്പറ്റി ഐഡിയ എവിടെ നിന്ന് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഗുമിൻ്റെ ഈ ഒരു മെമ്മറീസാണ്. കാരണം മെഗുമിൻ്റെ ബോഡിയാണല്ലോ ഇപ്പോൾ നമ്മുടെ സുക്കുണ ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ UGൻ്റെ ഓരോ മെമ്മറീസ് കണ്ട് ലാസ്റ്റ് ഓരോ ലൊക്കേഷനും പോയി നമ്മളെ സുക്കുണിക്ക് മതി. ഐ ഹാഡ് ഇനഫ് ബ്രോ, നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടാ പറഞ്ഞിട്ട് നമ്മുടെ UGനോട് പറയേണ്ടത് സുക്കുണ. എന്നിട്ട് നമ്മുടെ UG ഓരോ ഫിലോസഫി ക്ലാസ് എടുക്കുകയാണ്. അതായത് ഒരാളുടെ ലൈഫിൽ ഈ ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ ഷിറ്റ് എന്തൊക്കെയാണ് തന്നെ കുറച്ച് നല്ല കാര്യമാണ്. അതല്ലാണ്ട് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡോഗിനൊപ്പം വാക്ക് ചെയ്യുക, അങ്ങനെ നല്ല കാര്യങ്ങൾ എടുക്കുകയാണ്. പക്ഷേ സുക്കുണ, നിൻ്റെ ഒരു കേസ് ആകുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു കാര്യമില്ല, ഒരു ഹ്യൂമാനിറ്റിക്കും വാല്യൂ കൊടുക്കാണ്ടുള്ള ഒരു ജീവിതം, അത് ശരിക്കും നല്ലതല്ല പറഞ്ഞിട്ട് ക്ലാസ് കിടക്കുകയാണ്. എന്നിട്ടും നമ്മുടെ സുക്കുണ പറഞ്ഞിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, നീ പറയുന്നത് എനിക്കൊന്നും തോന്നില്ല. അപ്പോൾ നമ്മുടെ UGക്ക് മനസ്സിലായി, എനിക്കറിയാം എനിക്കൊരു തേങ്ങയും മനസ്സിലാവില്ല എന്ന്. സോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ച ശേഷം നമ്മുടെ സുക്കുണിക്ക് കത്തുന്നത്, സോ ഇത്ര നേരമായിട്ട് നീ എന്നെ പുച്ഛിക്കായിരുന്നു അവിടെ. അപ്പം ഇപ്പം നമ്മുടെ UG ഒരു ഫേസ് ഇറക്കും, എക്സാക്ട്ലി സുക്കുണ, ഐ ക്യാൻ കിൽ യു നോ, എനിക്കിപ്പം നിന്നെ കൊല്ലാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഓപ്ഷൻ ഇറക്കുക, ഉഷിഗോറിൻ്റെ ബോഡി റിലീസ് ചെയ്യുക, എന്നിട്ട് നീ എൻ്റെ ബോഡിയിലേക്ക് വരിക, അതാണ് എനിക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ കൊണ്ട് പറയേണ്ടത്. ഇത് കേട്ട് നമ്മൾ സുക്കുണ കൊടിച്ച് നിൻ്റെ ബന്ധു, ശത്രു, കസിൻസ് എന്നിവ വെച്ച് എല്ലാത്തിനും കൊന്ന് തിന്നോടാ പന്നി പറഞ്ഞിട്ട് ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നമ്മുടെ സുക്കുണുകൾ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെഗുമിയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ പോലെ കാണിക്കുന്നത്, ഒരു കോൺവെർസേഷൻ എങ്ങനെയോ നമ്മുടെ UG മെഗുമിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. സോ നമ്മുടെ മെഗുമി നമ്മുടെ UGൻ്റെ ഏതാണ്ട് പറയാണ്, എനിക്ക് മതിയായി, ഞാൻ ആകെ ഈ ഒരു ലൈഫിൽ ഡിസയറോടെ ആഗ്രഹിച്ച ഒരു കാര്യം പറയുന്നത് ഞാനും അവളും കാമായിട്ട് എന്താ പറയുക, ഒരു സിമ്പിളായിട്ടുള്ള ലൈഫായിരുന്നു, ഞാനും അവളും മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ലൈഫ്. പക്ഷേ ഇപ്പോൾ എല്ലാം എൻ്റെ നഷ്ടമായി, അതും എൻ്റെ കൈയും കൊണ്ട് തന്നെ പറഞ്ഞിട്ട് നമ്മുടെ മെഗുമിയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ UG എന്താ പറയുക, മെഗുമിനെ കുറച്ചും കൂടി ഒന്ന് ആ ഒരു ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഗ്രാൻഡ് പേൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ഗ്രാൻഡ് പേ ഇതായിരുന്നു, ഈ ഹെൽത്ത് കണ്ടീഷനായിരുന്നു. സോ അതിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ ജിജുസ് ഫൈൽ വന്ന ശേഷമാണ് എനിക്ക് പതുക്കെ അതൊന്ന് റിക്കവർ ചെയ്ത്. സോ നിന്നോട് ഞാൻ പറയാൻ മെഗുമി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് പറയാൻ. സോ ഇതിന് ശേഷം എക്സൈറ്റ് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ സുക്കുണി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു UGയും കൂടി ഒരു ഫൈറ്റാണ്. സോ ഈ ഒരു ഫൈറ്റ് അങ്ങനെ ഓൺഗോയിങ് ആയി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ എന്താ പറയുക, നമ്മുടെ UG, സോ ഈ ഒരു ഹെവി ഫൈറ്റ് നടക്കുന്ന ആ ടൈമിൽ തന്നെ UG എന്താ പറയുക, ഗോജു എങ്ങനെയാണോ നമ്മുടെ കിഡ് മെഗുമിനെ ആയിട്ട് സംസാരിച്ചത്, അതേപോലെ തന്നെ നമ്മുടെ UGയും മെഗുമിയായിട്ട് ഒരു കോൺവെർസേഷൻ പോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സുക്കുണ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു UG ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടൈമിൽ ആൾ ഈ ഒരു 10 ഷാഡോസും കാര്യങ്ങളും മഹാരോഗിയൊന്നും സമ്മൺ ചെയ്യാനോ യൂസ് ചെയ്യാനോ സാധിക്കുന്നില്ല. സോ അപ്പോൾ ഇവന് കാര്യം മനസ്സിലായി, സുക്കുണിക്ക് കാര്യം മനസ്സിലായി, UG അവനായിട്ടുള്ള കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട്. സോ ഇവൻ എന്തൊക്കെയോ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടി പറഞ്ഞിട്ട് സംഭവം മനസ്സിലായി, സംതിങ് ഫിഷി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുക്കുണിക്ക് റിവേഴ്സ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. സോ ആൾ റിവേഴ്സൊക്കെ യൂസ് ചെയ്ത് ബോഡിയൊക്കെ ഹീൽ ചെയ്ത് അപ്പോൾ തന്നെ ഡൊമൈൻ എക്സ്പാൻഷൻ പറഞ്ഞ് ഓപ്പൺ ചെയ്യുന്ന ടൈമിലേക്കും പെട്ടെന്നൊരു കാര്യം നോട്ടീസ് ചെയ്യാം, നമ്മുടെ UGൻ്റെ മറ്റൊരു ഫിംഗറും കൂടി മിസ്സിങ് ആണ്. അതായത് ഒരു പിങ്കി ഫിംഗർ മുപ്പൊരു മുമ്പേ മറ്റേ മെഗുമിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഫിംഗർ എവിടെ പോയി? ഈ ഒരു മുറിവ് വന്നിട്ട് അധികം ടൈം ആയിട്ടില്ല, എന്നാൽ ആ ഒരു വോണ്ട് കണ്ടിട്ട് തന്നെ
നമ്മൾ സുക്കുണം മനസ്സിലാക്കുകയാണ്. പിന്നെ അടുത്ത ഒരു പ്ലാനിൽ നമുക്ക് കാണിക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റെയറിൻ്റെ അവിടെ ഏറ്റവും മേലെയായിട്ട് കുറച്ച് സ്ട്രിങ് ആയിട്ട് തൂങ്ങി വെച്ചിട്ടുള്ള സുക്കുൻ്റെ ഒരു ഫിംഗറാണ്. ഓക്കെ, നമുക്ക് പിന്നീട് പറയുന്നത് നമ്മുടെ യൂട്ട അതുപോലെ തന്നെ നമ്മുടെ ഗോജു ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ ശേഷമുള്ള ഒരു കോൺവെർസേഷൻ. സോ ഇതിന് മുമ്പ് ഈ ഗോജു സുക്കുണ ഒരു ഫൈറ്റ് വരുന്ന മുമ്പുള്ള കുറച്ച് കോൺവെർസേഷൻ കാര്യങ്ങളാണ്. സോ അതിൽ നമ്മൾ യൂട്ട നമ്മുടെ ഗോജുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സോ ഞാൻ ആ സുക്കുണിൻ്റെ ലാസ്റ്റ് ഫിംഗർ ഗോജു സെൻസിൽ തരണമെന്നാണോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗോജു പറയുന്നുണ്ട്, അത് എനിക്കറിയാം, നീ അത് എവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ പറഞ്ഞാൽ ഇത് നമ്മുടെ റിക്കയ്ക്ക് ഫീഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സുക്കുണിൻ്റെ ആ ഒരു ഡൊമൈൻ കാര്യമെല്ലാം കോപ്പി ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ഈ സ്വിച്ച് ട്രെയിനിങ് മൂലം എനിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും, അങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നൊരു പ്ലാൻ നമ്മുടെ ഗോജോ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ട് ഇതിനോട് ഒരിക്കലും യോജിക്കണില്ല. എന്നിട്ട് പറയുന്നത് എനിക്ക് ഇനിമാക്കിൻ്റെ സ്പീഡ് എനിക്ക് ഇനിമാക്കിൻ്റെ ഒരു വേർഡ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ നോക്കാം, ബട്ട് ഈ ഒരു പ്ലാനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ യൂട്ട ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ യൂട്ട ചെയ്യുന്നത് പറഞ്ഞാൽ ഗോജോ പറഞ്ഞ ഈ ഒരു ഐഡിയ നമ്മുടെ മെയ്മേൻ്റെ അകത്തും യൂജിൻ്റെ അകത്തും പറയണം. നമ്മുടെ റൂൾ പറഞ്ഞ ഇങ്ങനെയാണ്, നമ്മുടെ റിക്കയ്ക്ക് ഒരു ബോഡി അതിൻ്റെ ചെറിയൊരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി ഡൊമൈനും കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്യുക. ഇന്ന പേഴ്സൻ്റെ ഇന്നൊരു സെറ്റ് പാർട്ട് കിട്ടിയാൽ അതൊരു 5 മിനിറ്റ് ലിമിറ്റ് വരെ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ബോഡീൻ്റെ ഒരു പോർഷൻ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വോ ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനായിട്ടുള്ള ലിമിറ്റേഷനും കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഐഡിയക്ക് നമ്മൾ യൂജി ഒരു കാര്യം പറയുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ഗോജു സെൻസിൻ്റെയും ഗോജു സെൻസിൻ്റെ ഒരു ആർം റിക്കിനെ കൊണ്ട് ഫീഡ് ചെയ്തിട്ട് ഗോജു സെൻസ് അപ്പം തന്നെ റിവേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ആർം തിരിച്ചെടുത്തുകൂടെ, മീൻസ് റിവേഴ്സ് യൂസ് ചെയ്തിട്ട് അത് പഴയ പോലെ ഫോമിലാക്കി കൂടെ. അപ്പോൾ റിക്കയ്ക്ക് ആ ഒരു പോർഷനും കിട്ടി, ഗോജു സെൻസിക്ക് ആമും യൂസ് ചെയ്തുകൂടെ പറഞ്ഞിട്ട് ഒരു ഐഡിയ പറയുന്നത്. സംഭവം ഐഡിയ കൊള്ളാം വേറെ മസാല, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം പോലെയാണ് സംഭവം. നമ്മുടെ റിക്കയ്ക്ക് ഒരു ബോഡീൻ്റെ ഒരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സൻ്റെ ആളപ്പം തന്നെ റീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിയുടെ വെർഷൻ ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല, അത് 0-ലെത്തും. അപ്പോൾ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ യൂട്ടയും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്ട മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്, നമ്മുടെ സുക്കുണിയും അതുപോലെ തന്നെ നമ്മുടെ യൂജി ആയിട്ട് ഭയങ്കര ഒരു റെസോണൻസ് വ്യത്യാസം തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ വ്യത്യാസമാണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഏറെക്കുറെ സെയിമാണ്. അത് ഗോജു സെൻസെ ആളുടെ ഐസ് വെച്ചിട്ട് എന്നെ കണ്ടുപിടിച്ചാണ് പറഞ്ഞിട്ട് പറയുന്നത്. അതാണ് സുക്കുണിൻ്റെ കുറച്ച് ടെക്നിക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ യൂട്ട പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫൈറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോഴാണ് നമ്മുടെ സുക്കുണ മൂലം നമുക്ക് പറയുന്നുണ്ട്, അതായത് നമ്മുടെ യൂജിൻ്റെ ആ ഒരു ഫിംഗറാണ് സുക്കുണിൻ്റെ ലാസ്റ്റ് ഫിംഗറായിട്ട് ഇപ്പോൾ അവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുള്ളത്. അവൻ്റെ ഒരു ഫിംഗർ തന്നെ ബലിയായി കൊടുത്തു. ഇപ്പോൾ ഷ്രൈൻ കോപ്പി ചെയ്യാനോ ആ കാര്യത്തിൽ നിന്നല്ല ഇപ്പം നമ്മുടെ ഫിംഗർ യൂജി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സുക്കുണിനെ തന്നെ കില്ല് ചെയ്യാനുള്ള ഒരു ലെവലിലുള്ള സാധനത്തിന് വേണ്ടിയിട്ടാണ് മൂപ്പർ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പേരിൽ തന്നെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റിൻ്റെ അകത്താണ്, ജുജുസു അതിൻ്റെ ഒരു ഫെസിലിറ്റിൻ്റെ അകത്താണ് ഫിംഗർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് മേനും അതുപോലെ തന്നെ നമ്മുടെ ഉട്ടാഹിമയും കൂടി ഉണ്ട് അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. സോ ഇവരുടെ ഡിസ്കഷനിൽ, അതായത് ഇവൻ്റെ ഒരു കോൺസെപ്ഷൻ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞാൽ സുക്കുണിൻ്റെ ഈ ഒരു കേഴ്സ്ഡ് സ്പെഷ്യൽ കേഴ്സ് സ്പിരിറ്റ് ആയിട്ടുള്ള സുക്കുണിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അതിന് ടെൻഷനാക്കുന്ന മറ്റൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ഉട്ടാഹിമ പറയുന്നത് പറഞ്ഞാൽ അവൾ എണീച്ചിട്ട് ഇപ്പോൾ ആകെ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ അത് ആരാ നോക്കിക്കഴിഞ്ഞാൽ മറ്റാരുമല്ല നമ്മുടെ നൊബാരയാണ്. സോ നമ്മുടെ നൊബാറ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സോ അവളുടെ ഒരു കണ്ണ് മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പൈററ്റിനെ പോലെയാണ് അവളുടെ ആ ഒരു കണ്ണ് മൂടിയിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ഒരു ടെക്നിക്ക് ആ നെയിലിൻ്റെ സാധനം വെച്ചിട്ട് തന്നെ നമ്മൾ സുക്കുണിൻ്റെ ഒരു ഫിംഗറിന് തന്നെ ഒരു റെസൊണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നൊബാര ഇവിടെ ചെയ്തത് നേരെ നമ്മുടെ സുക്കുണിക്കും കൊള്ളാണ്. ഇപ്പോൾ നമ്മൾ സുക്കുണിക്ക് മനസ്സിലായി പന്നപ്പെണ്ണ് അവൾ തന്നെയാണ് ഇതിന് കാരണം പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു എക്സാക്ട് ടൈമിന് നമ്മളെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്മാൻഡിൽ നേരെ നമ്മൾ സുക്കുണിക്ക് യൂസ് ചെയ്യണം. എന്നിട്ട് സുക്കുണ ഇറ്റ്സ് ടൈം ടു എൻഡ് ദിസ് സുക്കുണ സൈക്കിൾ പറഞ്ഞിട്ട് നേരെ എന്തോ ഒരു ബ്ലാക്ക് ഫ്ലാഷ് തന്നെ ആളുടെ സ്റ്റൊമക്കിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുക്കുണ അതുപോലെ തന്നെ നമ്മുടെ മെഗുമയായിട്ടുള്ളൊരു കോൺവെർസേഷനെ കാണിക്കുന്നു. എന്താ പറയുക, നമ്മുടെ സുക്കുണ എല്ലാം കൈവിട്ട് പോച്ച്. അപ്പം നമ്മുടെ മെഗുമിൻ്റെ അത് തളർത്താൻ വേണ്ടി പറയാണ്, നീ ഇനി എങ്ങനെ ജീവിക്കാനാണ്, നീ മുന്നോട്ടുള്ള കാലം നീ എല്ലാവരെന്നെ കൊന്നു, നിൻ്റെ എല്ലാ ഫാമിലിനെ കൊന്നു, നിൻ്റെ സ്വന്തം പെങ്ങളെന്നെ കൊന്നു, നീ എങ്ങനെ ജീവിക്കും പറഞ്ഞിട്ട് പറയാണ്. തിരിച്ച് നമ്മുടെ മെഗുമി പറയാണ്, നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യം, നീ എന്താ ഇത്ര പേടിച്ച പോലെ സൗണ്ട് ചെയ്യണേ, നിൻ്റെ ഒരു ഫിംഗർ പോയി പറഞ്ഞിട്ടുള്ള പ്രശ്നമാണോ, അതോ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ബോഡി ഇല്ലാത്തതാണോ, അതോ അവൻ കാരണം ഡിഫീറ്റ് ആയിപ്പെട്ടാണോ എന്ന് തിരിച്ച് അങ്ങോട്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂജി കൊടുത്ത ഒരു അറ്റാക്കിൽ നമ്മുടെ മെഗുമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സുക്കുണിൻ്റെ സോൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് മെഗുമിൻ്റെ ബോഡിയിൽ നിന്ന്. ഇപ്പോൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് നമ്മുടെ സുക്കുണിൻ്റെ ആ ഒരു സോളിൻ്റെ ചെറിയൊരു ഭാഗം. ആ ഒരു സോൾ നോക്കി നമ്മുടെ യൂജി ഇപ്പോൾ മറ്റേ പാട്ട് ഐ ആം യു ആർ മീ എന്നൊക്കെ പറഞ്ഞ ഒരു ഡയലോഗ് ആയിട്ട് ഒരു കോൺവെർസേഷൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ യൂജി ഒരു സെൻറ്റി ഡയലോഗൊക്കെ പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാം സുക്കുണ, നമ്മൾ രണ്ടാളും അപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്തില്ല, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യണം, എനിക്ക് ഞാനുണ്ടോ പറഞ്ഞിട്ട് ആ ഒരു ഡയലോഗ് അടിക്കുന്നു.
അപ്പോൾ നമ്മുടെ സുക്കുൺ സെൻഡിയായിട്ട് എന്നെ നീ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് യൂജി എമിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് പൊടിപെടലമായി നേരെ നമ്മൾ സുക്കുണ പോവുകയാണ് കഥ. മറു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉറാമി അതുപോലെ ഹക്കാരി അവൻ്റെ ഫൈറ്റിൽ എന്താ പറയുക ഉറാമി പൊടിപെടലമായി പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹക്കാരിൻ്റെ അത് പറയണം, നമ്മളാരും വിചാരിച്ചോ സുക്കുണ സാമ അതായത് സുക്കുണ മാസ്റ്റർ സ്വന്തം ഇൻകാർണേറ്റ് ഫോം കൊണ്ട് നിന്ന് മരണപ്പെടുന്നു, ഇതെല്ലാം ലക്ക് എന്നൊരു ഫാക്ടറാണ് പറഞ്ഞിട്ട് പറയേണ്ടത്, നീയും ലക്കിയാണ് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ യുറാമിയും പറയേണ്ടത്. എന്നിട്ട് ഇവർ ബൈ പറഞ്ഞിട്ട് അവളും പൊടിപെടലമായി പോകുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ വെച്ച് നമ്മൾ ഇത് നിർത്താണ്. ബാലൻസ് ഉള്ള പാർട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ എപ്പിലോഗായിട്ട് ജെയ്ജേക്കിൻ്റെ എപ്പിലോഗായിട്ട് ഇടാം എന്ത് സംഭവിച്ചു പറഞ്ഞിട്ട്. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.